ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പാപിയുടെ വഴികാട്ടി എന്നാണ് 51-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നത്. പാപിയുടെ വഴികാട്ടി. 51-ാം സങ്കീർത്തനത്തിൽ പാപം ചെയ്ത് വൃത്തികെട്ടതായ, തിരുത്താൻ വയ്യാത്ത ഭയാനകമായിരിക്കുന്ന പാപങ്ങൾ ചെയ്ത് ഹൃദയ തകർച്ച നഷ്ടപ്പെട്ട കഠിന ഹൃദയത്തോടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ദാവീദ് മുന്നോട്ട് പോയി ഏകദേശം 1 വർഷക്കാലത്തിടത്തോളം. ദൈവം മറക്കാതെ പാപിയെ സ്നേഹിക്കും ദൈവം നാഥാൻ പ്രവാചകനെ ആത്മാവിൻ്റെ നിറവോടെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ കരുത്തോടെ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, വൃത്തികെട്ട പാപം ചെയ്ത, വേശ്യാവൃത്തിയും കൊലപാതകവും മദ്യപാനവും വഞ്ചനയും ചെയ്ത ആ ദുഷ്ടപാപി നീയാണ് എന്ന് പറഞ്ഞു. അടഞ്ഞിരുന്ന ഹൃദയം ഇരുവായത്തിലുള്ള വാള് വെട്ടി തുറന്നു. ഇരുണ്ട ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തീ കത്തി പടർന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് കണ്ടത്? ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ആന്തരികമായിരിക്കുന്ന ഒരു വെളിവ് കിട്ടി. ആ വെളിച്ചത്തിൽ പാപങ്ങളെ കണ്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അന്തരംഗത്തിൽ കത്തി ജ്വലിച്ചപ്പോൾ പാപം വരുത്തിയതായിരിക്കുന്ന വിനകൾ എന്തെല്ലാമാണ്, എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, എന്തെല്ലാം പാപം കെടുതികൾ വരുത്തി. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ, എന്നെ നന്നായി കഴുകണമേ, നിർമ്മലമായൊരു ഹൃദയത്തെ എന്നെ സൃഷ്ടിക്കണമേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ തള്ളപ്പെട്ടു പോയി, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, സ്തുതി നിന്നുപോയി, എൻ്റെ ജീവിതത്തിൻ്റെ മതിലുകളെല്ലാം ഇടിഞ്ഞുപോയി, ശത്രു അകത്ത് കയറി, എല്ലാം വാടകോരി നശിപ്പിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ദാവീദിന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു നിർത്തിയത്. ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് അത്രമാത്രം പാപബോധം. എൻ്റെ ദൈവമേ, എന്തു വലിയ പാപമാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. ദൈവത്തിന് സ്തോത്രം. ഒരു പാവപ്പെട്ട പട്ടാളക്കാരൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ വേണ്ടാതീനമെല്ലാം കാണിച്ചു. അത് പോരാണ്ട് നിർദാക്ഷിണ്യം, ചങ്കില്ലാത്തവനെ പോലെ, കരുണയില്ലാത്തവനെ പോലെ അവനെ കൊല ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിനെന്തെല്ലാം വഞ്ചന ഞാൻ കാണിച്ചു. ദൈവത്തെ അനുഭവിച്ചൊരു ദൈവവൈതലായിരുന്നല്ലോ ഞാൻ. ദൈവയുടെ കൃപ രുചിച്ച ദൈവവൈതലായിരുന്നല്ലോ ഞാൻ. ദൈവത്തെ വിളിച്ചപേക്ഷ ദൈവത്തിലായിരുന്നല്ലോ. അവൻ്റെ മന്ദിരമായിട്ട് ഈ ശരീരത്തെ ഞാൻ വേർതിരിച്ച് കൊടുത്തതാണല്ലോ. ഇതിൽ എന്തെല്ലാം വൃത്തികെട്ട കാര്യങ്ങൾ വന്നു. ദൈവമക്കളെ, ദാവീദിനെ കുറ്റം പറയാനല്ല, നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാനില്ലേ ദൈവമക്കളെ? ഏതെല്ലാം കാര്യങ്ങൾ ഓരോ അവയവങ്ങൾ കൊണ്ടും ചെയ്തു പോയി. ദൈവത്തിന് സ്തോത്രം. കൺമുമ്പിൽ പറഞ്ഞാൽ തീരുമോ? അത്രമാത്രം ആഴമേറിയ പാപബോധം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ദാവീദ് ദൈവസന്നിധിയിൽ കവിണ് വീണു. തേജോമയനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ് വീണു. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നീട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ദൈവസന്നിധിയിൽ ദാവീദ് പാപബോധത്തോടെ അപേക്ഷിച്ച ഈ 20 അപേക്ഷകൾ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനെല്ലാം വേണ്ടിയാണ് അപേക്ഷിച്ചത്? 51-ാം സങ്കീർത്തനം എടുത്തു വെച്ച് 51-ാം സങ്കീർത്തനം അത് മുഴുവൻ അപേക്ഷകളാണ്, അത് മുഴുവൻ യാചനകളാണ്. പാപബോധം കിട്ടിയതായ വ്യക്തിയുടെ അന്തരംഗത്തിൽ നിന്ന് ഒഴുകി വന്നതായ കണ്ണുനീരിൻ്റെ ശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പാപം തിരിച്ചറിഞ്ഞു കുറ്റബോധം കിട്ടിയപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ വീണ് കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി എന്തെല്ലാം അപേക്ഷിച്ചു. ഒന്നാമത്തെ കാര്യം വായിച്ച്, ഒന്നാമത്തെ വാക്യം വായിച്ച്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ആദ്യം പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. ഒരു യോഗ്യത എനിക്ക് പറയാനായിട്ടില്ല. എന്നോട് കരുണയുണ്ടാകണമേ എന്നല്ല പറഞ്ഞത്, എന്നോട് കരുണയുണ്ടാകണമെന്നല്ല പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? നിന്റെ ദയയ്ക്ക് തക്കവണ്ണം. എന്നോട് കരുണ കാണിക്കണമെന്ന് പറയാനായിട്ട് 1% പോലും എനിക്ക് അർഹതയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമേ ദൈവത്തിൻ്റെ കരുണ കാണണം, ദൈവത്തിൻ്റെ ദയ കാണണം. അവൻ പാപത്തെ വെറുക്കുന്നവനാണ്, പക്ഷെ നിന്നോടൊരു സ്നേഹമുണ്ട്. ദാവീദ് ചെയ്ത വൃത്തികെട്ട പാപങ്ങൾ ഭയാനകമല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, വ്യക്തമായി പറയട്ടെ, ആ സ്നേഹമാണ് നിങ്ങളെ തലോടി ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിനോ സ്തോത്രം. ഞാൻ നിങ്ങളെപ്പോലെ ഇവിടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിനോ സ്തോത്രം. മക്കളെ, നിങ്ങൾ ആരെയും ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ആകെ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മടങ്ങി വരണം. ദൈവത്തിന് അനുതാപത്തോടെ, തകർന്ന ഹൃദയത്തോടെ മടങ്ങി വരണം. അതിന് നിങ്ങൾ ആദ്യം ദയ കാണണം.
നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കൂട്ടായ്മയിൽ പാപത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞ് ദൈവത്തിൻ്റെ സ്തോത്രം അത്രമാത്രം കൊടിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയിട്ടുണ്ട് എന്ന് എടുത്ത് വളരെ വ്യക്തമായി തുറന്നു കാണിക്കാനുള്ളതായ വചനം നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. എന്നാൽ ഞാൻ പറയും, അതിനേക്കാൾ ശക്തിയോടെ പറയേണ്ടതായ ഒരു കാര്യമാണ്, പാപി, നിന്റെ ജീവിതത്തിൽ കൊടിയതായ ഭയാനകമായ പാപം വന്നെങ്കിലും അതിനോട് എപ്പോഴും ചേർത്ത് പറയണം, അതിന് പരിഹാരമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിന് പരിഹാരമുണ്ട്. ആ പാപത്തേക്കാൾ വലുതായിരിക്കുന്ന ദൈവകൃപ. അതാണ് പൗലോസ് പറഞ്ഞത്, പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം പെരുകി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരണം പാപം മൂടണ്ടേ? പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു പാത്രം ഇവിടെ ഇരിക്കുക, ഈ ഒരു ഗ്ലാസ് അതിൻ്റെ അടപ്പം കൂടി ഇരിക്കുക. ഇത് കാണാതെ വണ്ണം മൂടണമെങ്കിൽ ഞാൻ മണൽ കൊണ്ടുവന്നിരിക്കട്ടെ, ഒരു ഒരു കൊട്ടയ്ക്കകത്ത്, ഒരു ഒരു മാട്ടുകൊട്ടയ്ക്കകത്ത് മണൽ കൊണ്ടുവന്ന് കുറേ ഇട്ടിട്ട് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കൂമ്പാരം പോലെ മൂടി ഇപ്പോൾ ഈ ഗ്ലാസ് കാണാൻ പാടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ല അത്രയും? എന്നാൽ ഇവിടെ വെച്ചിരിക്കുന്ന വലിയൊരു പാത്രമാണെന്ന് വിചാരിക്കുക, വലിയൊരു പാത്രമാണ്. ആ മണൽ മതിയോ അത് മൂടാൻ? ചിലപ്പോൾ ഒരു കൊട്ട മണലിട്ട് കഴിഞ്ഞാലും ആ വലിയൊരു കലം അത് മൂടണമെങ്കിൽ പറ്റില്ല. അത് മൂടണമെങ്കിൽ 2-3 കൊട്ട മണൽ വേണം. ദൈവത്തിൻ്റെ സ്തോത്രം. പാപം പെരുകിയപ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ കൃപയും നമുക്ക് പെരുക്കി പെരുക്കി തന്നു. അതുകൊണ്ട് നിങ്ങളെ ആരും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം, അടുത്ത വാക്കെന്താ? സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ സദൃശവാക്യങ്ങളിൽ എന്താ പറയുന്നത്? എപ്പോഴും നിങ്ങൾ ഓർക്കണം, പാപം വലുതാണ്, പക്ഷെ അതിലും വലിയൊരു രക്ഷകനുണ്ട്. പാപം ഭയാനകമാണ്, നരകതുല്യമാണ്, പക്ഷെ മോചനം കുരിശിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ആവശ്യക്കാർക്ക് നിങ്ങൾക്കറിയാൻ പാടില്ല, ലംഘനങ്ങളെ മറയ്ക്കുന്നവന്, വ്യക്തമായിട്ട് പറഞ്ഞു, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭമരികയില്ല. തീർത്തു പറഞ്ഞു. അവിടെ നിർത്തുകയാണ് ചെയ്തേ. അതെയോ? നിർത്തുകയാണ് ചെയ്തേ. ഉടനെ തന്നെ ആ വാക്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞു, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണയുണ്ട്. കരുണയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളെ കുറ്റം വിധിക്കാൻ വേണ്ടി മാത്രമല്ല വചനം പ്രാധാന്യം കൊടുത്ത് പറയേണ്ടത് കാൽവറിയിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ജീവൻ തന്ന് സ്നേഹിച്ചെന്തിനാണ്? നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഉയർത്തെഴുന്നേറ്റത് എന്തിനാണ്? ഇന്നും ജീവിക്കുന്ന എന്തിനാണ്? നമ്മളെ നടത്താൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ നിർത്തിയോ? നിങ്ങൾക്കറിയാൻ പാടില്ല, പാപം ചെയ്തു. അതൊന്ന് വായിച്ചേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്നവൻ ദൈവത്തിന് ജനിച്ചവനല്ല. പാപം ചെയ്യുന്ന നരകത്തിലേക്ക് പോവുകയുള്ളൂ. അത്ര വരെ നിർത്തുകയല്ലേ ചെയ്ത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. അടുത്ത വാക്ക്, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിതാ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാപം ചെയ്തു, പാപം ചെയ്യരുത്. അവിടെ നിർത്തുകയല്ലേ ഇത്. അതിന് ശമ്പളം മരണമാണ്. നിർത്തുകയല്ലേ ഇത്. മക്കളെ, പാപം ചെയ്തെങ്കിലും ഉണ്ടല്ലോ, നിരാശപ്പെട്ട് തളർന്നു പോകണ്ട. നമുക്കൊരാളില്ലേ? നമുക്കൊരു രക്ഷകനില്ലേ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളാ ക്രൂശിൻ ചൂട്ടിലേക്കൊന്ന് വന്നേ. ആ ദാവീദിനെ പോലെ അനുതാപത്തോടെ ഇന്ന് വന്നേ. പാപം ചെയ്യാത്ത ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ടുണ്ടോ ഇവിടെ? ഞാനും ഇല്ല. എന്നെക്കാൾ എത്രയോ നല്ലവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാകും, വിദേശത്തുണ്ടാകും. എങ്കിലും ദൈവമക്കളെ, വലുതോ ചെറുതോ രഹസ്യ പരസ്യമായ പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ തള്ളിക്കളയാനല്ലോ ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദയക്ക് തക്കവണ്ണം കൃപയുണ്ടാക്കണമേ. ഹല്ലേലൂയ. ഹൗ മേഴ്സി ഓൺ മീ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളൊക്കെ ഒന്ന് കേട്ടെ, ബൈക്ക് ഓടിക്കുമ്പോൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, മൈ സ്വീറ്റ് ജീസസ് ഹാവ് മേഴ്സി ഓൺ മീ. എന്നോടൊന്ന് കരുണ തോന്നണം കേട്ടോ കർത്താവേ. പാവപ്രകൃതിയൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ കറി കേൾത്താൻ നേരത്ത് പറയാൻ പാടില്ലേ? മറ്റടിക്കാൻ നേരത്ത് പറയാൻ പാടില്ലേ? പൊന്നു കർത്താവേ, പാവി കേട്ടോ, കരുണ തോന്നണം കേട്ടോ കർത്താവേ. മക്കളെ, നമുക്കൊരാത്മീയരാകാം. ദൈവത്തിൻ്റെ സൗരവുണർവിൻ്റെ കാറ്റശക്തിയോടെ വീശട്ടെ. ഒരു ഭാവബോധത്തിൻ്റെ അനുതാപത്തിൻ്റെ ശബ്ദം, കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ. കുറച്ച് തിയോളജി ഒന്നും അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നാമത്തെ അപേക്ഷ, നിന്റെ ദയക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണം. അടുത്ത വാക്യം വായിച്ച്. നിന്റെ കരുണയുടെ ബഹുത്വം പ്രകാരം
എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. അവിടെ എന്താണ്? ലംഘനങ്ങളിലേക്ക് നോക്കിയപ്പോൾ എണ്ണമറ്റതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാൻ പാടില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കണം, എത്ര നുണ പറഞ്ഞു എന്നറിയാവുന്നവരുന്ന് കൈവക്കിയേ? എൻ്റെ പൊന്നു സാറേ, വല്ല എണ്ണം ഉണ്ടോ? അരുതാത്ത വൃത്തികെട്ട മോഹത്തോടെ അന്യ സ്ത്രീയോ പുരുഷനെ നോക്കിയെന്ന് എണ്ണ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എത്ര പ്രാവശ്യം വായിച്ചു പിടിച്ചു, എത്ര പ്രാവശ്യം കോപിച്ചു? ചെയ്യരുതാത്ത ചെയ്തും ചെയ്യേണ്ടത് ചെയ്യാതുമായ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര പ്രാവശ്യം പ്രാർത്ഥന മുടക്കി, അത് എത്ര പ്രാവശ്യം വേദോസം വായിക്കാൻ അറിയാവോ? ദൈവത്തിൻ്റെ സ്തോത്രം. അറിയാൻ പാടില്ല. എണ്ണമില്ല പാപം. ദൈവത്തിൻ്റെ സ്തോത്രം. അതെവിടെ? എൻ്റെത് കണ്ട് എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എൻ്റെ ലംഘനങ്ങളെ എന്തെന്നാ പറഞ്ഞത്? മായിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? എഴുതിയിട്ടുണ്ട്. ദൈവമക്കളൊക്കെ ശ്രദ്ധിച്ചു കേട്ടെ, ഇത് 100% സത്യമാണ്. നീ ജനിച്ചു വീണ കാലം മുതൽ നിന്റെ ജീവിതത്തിൽ വന്ന സകല ലംഘനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അവൻ്റെ സന്നിധിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്ന എല്ലാവരും ഓർത്തു. നീ മറന്നു, പക്ഷെ മറക്കാത്ത ഒരുത്തനുണ്ട്. അതവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാണും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാണും? എത്രയോ നാളുകൾക്ക് മുമ്പ് വന്നായ പാപങ്ങളാണ്. അത് നിങ്ങൾ കാണണം. ദൈവത്തിന് സ്തോത്രം. അതിങ്ങനെ വായിച്ച് വായിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തീരുമില്ല. എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്ക. എൻ്റെ ദൈവമേ, പട്ടിക ചൊല്ലി ചൊല്ലി ഞാൻ മടുത്തു. ദൈവത്തിന് സ്തോത്രം. അതങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് വെപ്രാളം. ഇനി എന്നെ ഞാൻ ചെയ്യണേ? പാപത്തിൻ്റെ വലിപ്പം കണ്ടു, പാപത്തിൻ്റെ എണ്ണത്തിൻ്റെ ഭയാനകത കണ്ടു. ആ കൂട്ടത്തിൽ തന്നെ ഒരു വിശ്വാസി കണ്ടുകൊള്ളണം. എന്താണ് കാണേണ്ടത്? കരുണയുടെ ബഹുത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമല്ലേ പാവപ്പെട്ട അടിയൻ ഇവിടെ നിൽക്കുന്നേ. കരുണ സമ്പന്നനായ ദൈവം, എ മെർസിഫുൾ ഗോഡ്. കരുണാസമ്പന്നനായ ദൈവം, നമ്മുടെ കൂട്ടായ്മയെ കരുണയോടെ കാത്തു പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൻ്റെ ഇടുക്കമുള്ള പാതയിലൂടെ നടത്താൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇന്ന് നടത്തുന്നതായ ദൈവത്തിൻ്റെ സ്വതന്ത്ര സ്വർഗീയമായിരിക്കുന്ന രംഗം. ആ കരുണയുടെ നദി വറ്റിപ്പോകുകയില്ല. അതൊരിക്കലും പറ്റാത്ത കരുണയുടെ ഉറവിടമാണ്, നീരുറവയാണ്. ആ കരുണയുടെ നീരുറവ ഒഴുകി വരികയാണ് നമ്മൾ ഈ ഓരോ പ്രാവശ്യവും കൂടുമ്പോഴും. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അറിയുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആത്മീയനായി നടിച്ച് അച്ഛൻ്റെ മകനായി പള്ളിഭക്തനായി ദൈവത്തിന് സ്തോത്രം പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം നൽകി അന്ന് വചനമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന കാലത്തും മാനസാന്തരത്തിന് ഉതകുന്നതായ കരുണയുടെ കരം വ്യാപരിച്ച് ഇവിടെ വന്നിരുന്നപ്പോഴാണ്. എനിക്കതുകൊണ്ട് 1000-ലൊരംശം സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. യാതൊരു ചിന്താക്കുഴപ്പവുമില്ല. മരണപര്യന്തം എനിക്ക് പാപബോധം തന്നെന്ന് ആത്മാവിനെ പകർന്നു തന്ന് ദൈവത്തിന് സ്തോത്രം പാപമോചനത്തിൻ്റെ നീരുറവ് പൊട്ടിപ്പുറപ്പെട്ട തിരുവിലാവലെ ചൂണ്ടിക്കാണിച്ചു തന്ന് ദൈവത്തിന് സ്തോത്രം ആ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയുടെ വ്യാപാരം അനുഭവിച്ച് കൊടുംഭാവിയായിരിക്കുന്ന എന്നെ ഹല്ലേലൂയ പരിശുദ്ധിയുടെ രംഗത്ത് ഇന്ന് നിർത്തുമാറാക്കിയതായ ഈ സ്വർഗീയ വചനം ഒഴുകി വരുന്ന ഈ ആത്മീയ രംഗത്തെ മറക്കാൻ സുബോധമുള്ളപ്പോൾ എനിക്ക് പറ്റുകയില്ല. ദൈവമക്കളെ, ആരും ശാപം വരുത്തി വെക്കല്ലേ, ആരും കുടുംബത്തിന് ദോഷം വരുത്തി വെക്കല്ലേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി നുണ പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കുകയില്ലല്ലോ. ഒരു കരുണയുടേതായ ഉറവിടം തുറന്നിരിക്കുന്ന സ്വർഗീയ രംഗത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പാപം പെരുകി, കൃപയും അത്യന്തം പെരുകി, ലംഘനം പെരുകി, കരുണയുടെ ബഹുത്വം. ഹല്ലേലൂയ. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്ത്
എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. എണ്ണമില്ല പാപങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമോചനത്തിൻ്റെ കരുണയുടെ വാതിൽ ഉറവിടം തുറന്നിരിക്കുന്ന സ്വർഗീയ രംഗത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെയൊക്കെ അങ്ങ് മറക്കുക. ഹല്ലേലൂയ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ചങ്ക് പൊട്ടി ഒഴുകിയതായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തങ്കച്ചോരയുടെ ഉറവിടം. ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയനും അങ്ങോട്ട് മാത്രം വരെ ചൂണ്ടുകയാണ്. തൂക്കപ്പെട്ടു മരത്തിൽ, വിലാവ് തുറന്നു, ചവളം രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വചനം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ രക്തം സംസാരിക്കട്ടെ, ആ രക്തം ബാധിക്കട്ടെ, ആ രക്തം കഴുകട്ടെ. ഹല്ലേലൂയ. ആ രക്തം പറഞ്ഞതായ അരുമനാഥൻ്റെ കരം എൻ്റെ കടച്ചിട്ട് കീറിക്കളയട്ടെ. ലംഘനങ്ങളൊന്ന് കണ്ടു വായിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വത്രം പറയുന്ന ഓരോ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ലംഘനം എഴുതി വച്ചിരിക്കുന്ന പാപത്തിൻ്റെ പട്ടികയുടെ കടലാസിന്മേൽ അനുതാപത്തിന് കണ്ണുനീർ വീണ് നനയാതെ അരുമനാഥൻ്റെ പാപമോചനത്തിൻ്റെ തങ്കച്ചോര വീണ് കഴുക്കൽ കിട്ടുകയില്ല. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പാപത്തിൻ്റെ ലംഘനങ്ങളുടെ പട്ടിക എഴുതിയിരിക്കുന്ന ആ ചീട്ട് കണ്ട് അനുതാപത്തോടെ, തകർന്ന ഹൃദയത്തോടെ, ഉള്ളത്തിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന കണ്ണുനീര് കൊണ്ട്, വിലാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് ആ പാപം എഴുതിയിരിക്കുന്ന കടലാസ് നനയാതെ പാപമോചന അധികാരമുള്ള തങ്കച്ചോര ഒഴുകി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പാപം കണ്ടുപിടിച്ച് ഓർത്തിട്ട് കാര്യമില്ല. തകരണം. തകർച്ച കിട്ടാൻ ഒറ്റ കാര്യമുള്ളൂ, ഇനി മേലാൽ അതിലേക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ കാര്യം മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ അനുതാപമല്ല എൻ്റെ പാപക്കറകൾ കഴുകുന്നത്, എൻ്റെ കണ്ണുനീരല്ല എൻ്റെ പാപക്കറകൾ കഴുകുന്നത്. എന്നാൽ എൻ്റെ പാപക്കറകൾ കഴുകണമെങ്കിൽ എൻ്റെ കണ്ണുനീര് വീണിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീര് വീണാലേ തങ്കച്ചോര വീഴുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എഴുതി വച്ചിരിക്കുന്നു. എല്ലാം ഒന്നും വായിച്ചുള്ളൂ. 9-ാമത്തെ വാക്യം അത് തന്നെയല്ലേ നോക്കി. 51:9, 51:9 വായിച്ചേ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. അടുത്ത വാക്യം. എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അകൃത്യങ്ങളുമായിട്ടങ്ങ് ചെല്ലണം. ചില കാര്യങ്ങൾ ഇവിടെ നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എല്ലാം കൊണ്ടങ്ങ് ചെല്ലണം. മാർട്ടിൻ എന്ന് പറഞ്ഞൊരു വിശുദ്ധനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഒരു ജീവിക്കുന്ന വിശുദ്ധൻ എന്ന് പറയാണ്. അദ്ദേഹത്തിന് ഒരു അതുപോലെ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ജ്വലിച്ച് നിൽക്കുന്നത്, എനിക്ക് നിനക്ക് ചില വസ്തുക്കൾ കാഴ്ചവെക്കാനുണ്ടല്ലോ കർത്താവേ, വിലയേറിയത് ചിലക്ക് നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കാനുണ്ടല്ലോ. കർത്താവിൻ്റെ ദിവ്യ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കാൽക്കൽ വീണതെന്ന് പറയുകയാണ്. ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുതരുന്നത്? നീ ചെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ മാർട്ടിൻ എഴുന്നേറ്റ് പോകുന്ന പോലെയാണ്. അദ്ദേഹം ദർശനത്തിൽ കാണുകയാണ്. ചെന്നിട്ട് അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് എഴുതിയതായിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, അതിമനോഹരമായിരിക്കുന്ന പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളെല്ലാം കൂടി കൊണ്ടുവന്ന്, കർത്താവേ, ഞാൻ നാളുകളോളം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും എഴുതിയതായിരിക്കുന്ന ക്രൂശിനെ കുറിച്ചുള്ളതായ മനോഹരമായ ധ്യാന ചിന്തകളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിൽ ഞാൻ പ്രസാദിക്കുന്നില്ല. ഇതിനല്ല ഞാൻ വന്നത്. എനിക്ക് പ്രസാദമുള്ളതായ സമ്മാനമല്ല അത്. അവനിറങ്ങിപ്പോയി. മാർട്ടിനും അവിടുന്ന് പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ചെന്നിട്ട് എന്നാ ഉണ്ടെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയുടെ ഫലമായിട്ട് മാനസാന്തരപ്പെട്ട പാപികളുടെ ലിസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് സമാധാനം ഉണ്ടായ കുടുംബങ്ങളുടെ പട്ടികയും മാത്രമല്ല, അദ്ദേഹം ഒത്തിരി സാധുക്കൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്ന സാധുക്കൾക്ക് ചെയ്ത ഉപകാരങ്ങളുടെ പട്ടികയുമായിട്ട് വന്നു. നീണ്ട 2-3 പേജുകൾ. എല്ലാം നന്മകൾ മാത്രം. കൃപയാൽ കർത്താവിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു, കുടുംബാവികൾ മാനസാന്തരപ്പെട്ടു. ഇവരൊക്കെ അനേക കുടുംബങ്ങൾ സ്വർഗതുല്യമായി. എനിക്കാവുന്ന പോലെ മറ്റു പാവപ്പെട്ടവരെ എനിക്ക് സഹായിക്കാൻ പറ്റി. നീ തീർച്ചയായിട്ടും പ്രസാദിക്കുമല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് ചെന്നപ്പോഴും കർത്താവിന് വലിയ താല്പര്യമായില്ല. അത് മാറ്റി എന്താ കുഴപ്പം? ഇനി എന്നെ കൊണ്ടാണ് ഞാൻ വരേണ്ടത്? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളത് കേൾക്കണം. ഞാൻ വായിച്ച് ഞെട്ടിപ്പോയി. അദ്ദേഹം പോയിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ആദ്യം ചെന്ന പോലെ വേഗം വന്നില്ല.
അദ്ദേഹം നീണ്ടിങ്ങനെ കമന്ന് കിടന്ന് കുറേ ജീവിതത്തിൽ വന്ന രഹസ്യവും പരസ്യവും വലുതും ചെറുതും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതും ചെയ്യരുതാത്ത ചെയ്തുമായ പാപങ്ങളുടെ നീണ്ട പട്ടിക. അതുകൊണ്ട് ഇങ്ങ് വന്നൊഴിക്ക് ഏങ്ങലടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങ് ചെല്ലുന്നതിന് മുമ്പേ കർത്താവിന് ആ ശബ്ദം കേൾക്കുക. ആ കാൽക്കൽ അങ്ങ് വീണു. എനിക്കിതേ കാൽക്കൽ സമർപ്പിക്കാനായിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, മകനെ, നിൻ്റെ അനേകവിധമായ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ലോകത്തിൻ്റെ പാപത്തെ ചുവന്നൊഴിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, വല്ലതും കൊണ്ടുവരാനുണ്ടോ? ഇപ്പം വല്ലതും കൊണ്ടുവരാനുണ്ടോ? ഹല്ലേലൂയ. ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല നിങ്ങളോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയേണ്ടത് പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. ഒരു തിരുവിലാവ് പൊട്ടി ഒഴുകുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ആ രക്തത്തിൻ്റെ ഒരു സുഗന്ധം നിങ്ങളെ ആകർഷിക്കുന്നില്ലേ? ഒരു മണമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഒരു വാക്കോടെ വേഗം പറയട്ടെ. ഒരു കൊച്ചുകുട്ടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കവിണ് വീണ് കിടക്കുകയാണ്. യേശുവപ്പ അമ്മ എപ്പോഴും എന്നോട് പറയും, യേശുവപ്പ മോളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയാ കർത്താവ് എനിക്കത് അറിയണേ? എന്തോരം സ്നേഹിക്കുന്നുണ്ട് നീ, ഈ പാവം പെൺകുട്ടിയെ നീ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. അമ്മ എപ്പോഴും പറഞ്ഞു തരും, മോളെ യേശുവപ്പം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശുവിന് നിന്നോട് വലിയ ഇഷ്ടമാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല കർത്താവ്, നീ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നടന്ന കാര്യം ആ കുട്ടിയുടെ അനുഭവസാക്ഷ്യമാണ്. അപ്പോൾ യേശുവപ്പ നിങ്ങളതിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും നോക്കി. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ, യേശുവപ്പ നീ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. മകളെ, ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. പൊട്ടിയ തിരുവിലാവ് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. അത് കണ്ടുകൊണ്ട് ഹല്ലേലൂയ. ആരും സംശയിക്കേണ്ട, ചിന്താക്കുഴപ്പം വേണ്ട. ഹല്ലേലൂയ. തൂക്കപ്പെട്ടു, മരത്തിൽ വിലാവ് തുറന്നു, രക്തം വെള്ളമൊഴുകുന്ന അരുമനാഥൻ. ഹല്ലേലൂയ. യോഹന്നാൻ ശ്രീയാൻ നിൽക്കുന്നത് പോലെ, തമ്പുരാനെ പറ്റി അവൻ നിൽക്കുന്നത് പോലെ അവർ കണ്ണാലെ കാണുകയാണ്. ഒരു പടയാളി ഒരു വലിയ കുന്തം കൊണ്ടുവന്ന് അരുമനാഥൻ്റെ ആ സ്നേഹം നിറഞ്ഞതായ ചങ്ക കുത്തി തുളച്ചു. ഹല്ലേലൂയ. രക്തവും വെള്ളവും ഒഴുകി. പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് യേശുവിന് വിലാപ്പുറത്ത് കുത്തി. രക്തവും വെള്ളവും ഒഴുകി. അത് പാപമോചനത്തിൻ്റെ രക്തമാണ്. അത് രോഗശാന്തിയുടെ രക്തമാണ്. അത് ശാപം മുറിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. ആ ഉറവ തുറന്നിരിക്കുന്ന സ്വർഗീയ രംഗത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാനും ആ ക്രൂശിൻ ചോട്ടിൽ വന്ന് കവിണ് വീണ് കിടക്കുകയാണ്. ഹല്ലേലൂയ. രക്താംബരം ഹിമം പോലെ വെളുക്കുന്ന തേജസ്സിന്റെ രംഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തങ്കച്ചോര കഴുകിയാൽ ഹല്ലേലൂയ ഹിമത്തെക്കാൾ വെണ്മയാകും. രക്താംബരം ഹിമം പോലെയാകും. ഇന്നിവിടെ അത്ഭുതം നടക്കണം. കാരണം ക്രൂശിലെ രക്തം സംസാരിക്കുകയാണ്. ഏത് കൊടും പാപികളുടെയും അത്ഭുതകരമായ മാനസാന്തരം ഇവിടെ നടക്കണം. ക്രൂശിലെ രക്തത്തിന് ശക്തി ഉണ്ടോ? നിനക്ക് പാപമുണ്ടോ? ഹല്ലേലൂയ. ആ പാപവുമായിട്ട് ഒരു വ്യക്തിയും ഇറങ്ങിപ്പോകണ്ട. ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാപം മുഴുവനായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധിയുടെ അധ്യായം തുടങ്ങുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ജനം കേൾക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തുതി.